മധുരമ്പഴം കണ്ട ഇവിടുത്തെ. ഹലോ ഗൈസ്, വെൽക്കം ടു സസിയ ക്രിയേഷൻസ്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു റിസോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചേച്ചിയുടെ ഫാമിലിയും അതുപോലെ ആങ്ങളയുടെ ഫാമിലിയൊക്കെ കൂടിയിട്ട് ഈ കുട്ടിപ്പട്ടാളത്തിനൊക്കെ കൂടി ഞങ്ങൾ അവിടേക്ക് പോയിട്ടോ. വീടിൻ്റെ തൊട്ടടുത്താണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വെള്ളാങ്കല്ലൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ്, അക്ഷയപാത. ഇതവിടെ വന്നിട്ട് ഒരു 7-8 മാസമായിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 3 മണി സമയത്തൊക്കെയാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാത്രി സമയത്താണ് നല്ല വൈബ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ചെറിയൊരു കുളം പോലെയുണ്ട്, അതിനകത്തൊരു ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. ഫൗണ്ടനൊക്കെ രാത്രിയാണ് പ്രവർത്തിക്കുക. പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അതൊന്ന് അവർ പ്ലേ ചെയ്ത് നമ്മളെ കാണിച്ചു തന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ, ഏറുമാടെന്നൊക്കെ പറയും. അപ്പോൾ ഞാനതുമ്പോൾ പൊത്തിപ്പിടിച്ച് കയറി. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് 3-4 കസേരയും ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് നല്ല ചായയോ ഐസ്ക്രീമോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പണ്ടത്തെ ഒരു ചായക്കട ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടച്ചാർ അവിടെ ചെന്നിരിക്കുന്നുണ്ട്. പതിയെ ആരും കാണാണ്ട് ഭാര്യാശ്രീയും കൂടി അവിടെ ചെന്നിരുന്നു. ഇവരാരും അറിയാതെ ഞങ്ങളറിയാതെ കാപ്പി ചായയൊക്കെ കുടിക്കാനുള്ള ഉദ്ദേശമായിരുന്നു. ഇതാണ് നമ്മുടെ ഓണർ ചേച്ചി കേട്ടോ. അപ്പോൾ അവിടെ ചായയുടെ സമയത്ത് സ്നാക്സാണ്. പിന്നെ ഒരു 6 മണി തുടങ്ങി അവിടെ മസാല ദോശ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. പണ്ട് കുട്ടികൾക്കായിരുന്നു വെള്ളത്തിൽ കളിക്കാൻ. ഇപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഏത് പ്രായക്കാർക്കും ഭയങ്കര ഒരു ആവേശമാണ് സ്വിമ്മിംഗ് പൂള്. ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഹസ്ബൻഡൊക്കെ ഇറങ്ങി, അപ്പോൾ പിള്ളേരൊക്കെ കൂടി ഇവിടെ നീന്തി തുടിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് പെർ ഹെഡ് എൻട്രി ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ് കേട്ടോ. ആ 50 രൂപ കൊടുത്ത് നമുക്ക് കയറിയിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. നമ്മളാരും അവിടെ നിന്ന് ഓടിപ്പിക്കില്ല. പിന്നെ ഞാനിവിടെ പോയിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വിദേശ ഇനം ഫ്രൂട്ട്സാണ് കേട്ടോ. നല്ല അടിപൊളി മഞ്ഞ പപ്പായ, മധുര അമ്പഴം, പിന്നെന്താണ് നമ്മുടെ വൈറ്റ് ഞാവൽ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, ഇത് നമ്മുടെ റംബൂട്ടാനാണ്. അങ്ങനെ ഒരുപാട് വിദേശ ഇനം ഫ്രൂട്ട്സ് അവിടെ കാണാനായിട്ട് പറ്റിയിട്ടാണ്. പിന്നെ നീന്തണേന് നമ്മൾ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതിന് നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം. 1 മണിക്കൂറാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാനായിട്ട് അവർ അനുവദിക്കുക. കാരണം പൂൾ അത്രയ്ക്കും വലുതല്ല. അപ്പോൾ ധാരാളം പേര് വരുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും അത് ഉപയോഗിക്കണമല്ലോ. അതുകൊണ്ട് 1 മണിക്കൂറാണ് നമുക്ക് സമയം തരാം. അതിന് അഡീഷണൽ 50 രൂപ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ വല്ല തെറ്റുകൾ ചിലപ്പോൾ ഉണ്ടാവാം, എനിക്കതൊരു ഓർമ്മയില്ലാന്ന്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞാൻ ആ ചേട്ടനോട് സംസാരിച്ചിരുന്നു. ഒരു 2-2.5 ഏക്കറേ ഉള്ളൂ. പക്ഷേ ആ ചേട്ടൻ വളരെ ഭംഗിയായിട്ടത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം വിദേശ ഫ്രൂട്ട്സാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1-1.5 വർഷം ആകുമ്പോഴേക്കും അതെല്ലാം തിങ്ങി നിറയുമെന്നാണ് ആൾ പറഞ്ഞത്. ഇത് നമ്മുടെ ലോങ്ങനാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന നമ്മുടെ സീതാപ്പഴമാണ്. പിന്നെ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട്, അതുപോലെ കുറച്ച് മീനുകളുണ്ട് കേട്ടോ. പിന്നെ നമുക്കവിടെ പറയാനുള്ള മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം കണ്ട. അപ്പോൾ നമുക്ക് വല്ല ഫങ്ഷൻസ് നടത്തണമെങ്കിൽ, വല്ല മാമോദീസയോ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ നമുക്കിവിടെ നടത്താം. അതിന് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. അവർ തന്നെ പന്തലിട്ട് തരും, മൈക്ക് സിസ്റ്റം, എല്ലാ ഫെസിലിറ്റിയും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ ചെന്ന സൺഡേ ഉച്ചയ്ക്ക് അവിടെ 2 കുട്ടികളുടെ ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, ഇരട്ട കുട്ടികളുടെ. സാധാരണയായിട്ട് നൈറ്റിലാണ് കൂടുതൽ പ്രോഗ്രാമുകൾ നടക്കുന്നത്. രാത്രിയിലാവുമ്പോൾ ഫുൾ മാല ലൈറ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ. അധികം അവർക്ക് നൈറ്റ് പ്രോഗ്രാമുകളാണ് കിട്ടാറെന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് അവിടെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് എടുക്കുമ്പോൾ അതിൽ കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ, ഫാമിലി മെമ്പേഴ്സിന്, അവർക്കൊക്കെ 9 മണിക്ക് ശേഷം ഫ്രീ ആയിട്ട് പൂള് ഉപയോഗിക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്ന പറഞ്ഞത്.
കുട്ടികൾക്ക് കളിക്കാനായിട്ട് അതേ പാർക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ്. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ആ ചേട്ടനോട് ചോദിക്കാം. അത് ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടു, നന്നായിട്ടുണ്ട്. അപ്പോൾ എത്ര നാളായി ഇത് സ്റ്റാർട്ടിങ് ആയിട്ട്? 10 മാസം ആവാറായി എന്നാണ് പറഞ്ഞത്. രാത്രിയൊക്കെ ആകുമ്പോൾ ഫുൾ ലൈറ്റ് ആണല്ലേ? അപ്പോൾ നല്ല വൈബാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ മ്യൂസിക് പാട്ട് തുടങ്ങാൻ പോകുന്നുണ്ട്. എങ്ങനെയാ, സൺഡേസ് ആണോ നിങ്ങൾ കൊടുക്കുന്നത്? 2 ദിവസം. ശനി ഞായർ ഇവിടെ എത്ര മണി തുടങ്ങിയിട്ട്? 5 മണി തുടങ്ങിയിട്ട് നമുക്ക് മ്യൂസിക് ഒക്കെ കേൾക്കാനും ആവശ്യമുള്ളവർക്ക് പാടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഈ കുളത്തിൽ ഒരു ഫൗണ്ടൻ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് അറിയാവുന്ന ഇതിനെല്ലാത്തിനും ഇതൊരു കാടാണ്. ബ്രസീലിലെ ആമസോൺ കാടാണ്. നിൽക്കുന്നത് എല്ലാം വിദേശ ഇനം ഫ്രൂട്ടുകളാണ്. ഇവിടെ മുഴുവൻ വിദേശ ഇനം ഫ്രൂട്ടുകളാണ്. കുറെ ഫ്രൂട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒന്നും കൂടി കാടാവണമെങ്കിൽ ഒന്നും കൂടിയും അത് ഇതാവണമെന്ന്. പിന്നെ ഇതിന്റെ അടുത്ത് ഒരു സ്പോട്ട് ഉണ്ട്. അത് ഇവിടെ ഇവര് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് ഫങ്ഷൻസിന് അല്ലേ? അപ്പോ നമുക്ക് എന്താണ് മാമോദീസയോ ബാപ്റ്റിസോ കല്യാണം നടത്താനുള്ള സ്പേസ് ഉണ്ടോ? കല്യാണങ്ങളൊക്കെ 2-3 നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് നമ്മൾ അതിന്റെ പൈസ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിപാടി അടിപൊളിയായിട്ട് നടത്താം. പിന്നെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ പുറകിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടൻ്റെ പേരെന്താ? പ്രവീൺ. അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ലൈറ്റ് ഓണാവുന്നതൊന്നും നോക്കി നിന്നില്ല. ഞങ്ങൾ വേഗം പോന്നു. നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പറും കറക്റ്റ് പ്ലേസും ഏതാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ.